ഹായ് ഹലോ കൂട്ടുകാരെ, പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വിവാഹം കഴിക്കാനുള്ള ആൺകുഞ്ഞുങ്ങളുടെയും പെൺകുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുവാൻ വേണ്ടി ഞാൻ ഇടുന്ന ഒരു വീഡിയോ ആണിത്. കാരണം എൻ്റെ മോൻ്റെ കല്യാണത്തിന് വേണ്ടി ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എനിക്ക് എണ്ണിയാൽ തീരത്തില്ല, അത്രമേൽ ബ്രോക്കർമാരായിരുന്നു പുരുഷന്മാരും സ്ത്രീകളുമായിട്ട് ഞങ്ങളുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടത്. വരുന്നവരത്രയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1000-2000 രൂപ കൊണ്ടുപോകുന്നത്, 500 കൊണ്ടുപോകുന്നതല്ലാതെ തിരിച്ച് ഞങ്ങൾക്കൊരു റിപ്ലൈ ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഒരു മനുഷ്യർ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ വർക്കല, ചന്തമുക്ക്, ഏതാണ് നടയാറ, പരവൂര്, പാരിപ്പള്ളി, കടയ്ക്കൽ, കിളിമാനൂർ, വാവനപുരം, എനിക്ക് അറിയത്തില്ല, കടുവാപ്പള്ളി, ആലങ്കോട്, ആറ്റിങ്ങൽ, പള്ളിക്കൽ, പിന്നെ എനിക്കറിയത്തില്ല, എണ്ണിയാൽ തീരത്തില്ല, അത്രമേൽ. ഈ വർക്കല എന്നൊക്കെ പറയുന്നത് പാവാരിപ്പള്ളി, പരവൂരെന്നൊക്കെ പറയുന്നത് 1-2 പേരൊന്നുമല്ല, ഇഷ്ടംമാതിരി ആൾക്കാരാണ് അറിഞ്ഞ് വരുന്നത്. വന്ന് ഇതേ കണക്കെല്ലാം ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു ഒറ്റ കാരണം എന്ന് പറഞ്ഞാൽ, ആരും ഇങ്ങനെയുള്ള ഒരു ബ്രോക്കർമാരുടെ കയ്യിൽ അല്ലെങ്കിൽ ലേഡി ആയാലും അവരുടെ കയ്യിൽ നമ്മൾ വീണു പോകാതെ, ഞങ്ങളുടെ ക്യാഷ് കളയാതെ നിങ്ങൾ നാട്ടുവിപണിയിലേക്ക് ബന്ധപ്പെടുക. എൻ്റെ മോൻ്റെ കല്യാണം നാട്ടുവിപണി എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നിന്നുമാണ് ഞങ്ങളുടെ മോൻ്റെ കല്യാണം നല്ലതുപോലെ വന്ന് നടന്നത്. നല്ലൊരു ആലോചനയായിരുന്നു. അതിൽ 3500 രൂപ ഞങ്ങൾ ആദ്യം രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണം. അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബയോഡേറ്റകളും കാര്യങ്ങളും എല്ലാം നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് വന്നു ചേരും. നമ്മുടെ ഇപ്പോൾ മോനായാലും മോളായാലും, മോൻ എന്താണോ അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ ബയോഡേറ്റ എല്ലാം കണ്ട്, അതുപോലെ തന്നെ പെൺകുട്ടികളുടേത്, ആ കുട്ടിയുടെ ബയോഡേറ്റയും അതിൻ്റെ വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കി അതിന് തക്ക ഒരു ബന്ധം നമുക്കിതിൽ വന്നു ചേരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്നുകൂടി എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നതാണ്, നാട്ടുവിപണിയിൽ നിന്നാണ് എൻ്റെ മോൻ്റെ കല്യാണം നടന്നിരിക്കുന്നത്. അത് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ബ്രോക്കർമാരെ ഞങ്ങൾ ബന്ധപ്പെടാതിരിക്കുക. ഒരിക്കലും അത് നടക്കുന്നതല്ല. അത് 100-1 നടക്കുമോ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെച്ചതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അവരവരുടെ ഇഷ്ടം പോലെയാണ്, അല്ലേ അമ്മ? അങ്ങനെ ഒരുപാട് കല്യാണം വന്നില്ലേ, ഞങ്ങൾ ഇഷ്ടംമാതിരി നമ്മൾ അനുഭവിച്ചില്ലേ. അവിടെ എൻ്റെ അമ്മ തന്നെ പറയും, ഇഷ്ടംമാതിരി കല്യാണം വന്ന് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.